എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരുള്ള ഒരു നാടാണ് എൻ്റെ മറ്റത്തൊരു ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ന വരെ ഒരു രാഷ്ട്രീയ പാർട്ടീനെയും എൻ്റെ വീഡിയോകളിൽ ഞാൻ എതിർത്തിട്ടില്ല. ചില മെമ്പർമാർ, ഈ വിരലിലുണ്ടാവുന്ന മെമ്പർമാരാണ് എൻ്റെ സ്ഥാപനത്തിനെതിരെയും എനിക്കെതിരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും പ്രതികരിക്കും. അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പൈ ബിൽഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നത്. അതിനുശേഷം സ്കൂൾ ഓഫ് പൈ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഒരു ഫിനിഷിംഗ് സ്കൂളും ഞാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് ഈ പരിപാടി ഈ ലെവലിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാനൊരു 5000 രൂപ ശമ്പളമുള്ള സമയത്ത് ഞാൻ ഏകദേശം 2000 രൂപ കൂറി അടച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പൈസ കൂട്ടി വെച്ചും ഇന്ന് എനിക്ക് ഏകദേശം 28ഓളം ചിട്ടികളുണ്ട് ഒരു മാസം. അതുപോലെ തന്നെ എനിക്ക് 2 ലോണുകളുണ്ട്. SBI എനിക്കൊരു 63 ലക്ഷത്തിൻ്റെ ഒരു ലോൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ മുദ്ര ലോൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം തന്നെ എനിക്ക് ഏകദേശം 2.5 ലക്ഷം രൂപയിലും മേലെ എനിക്ക് അടവുകളുണ്ട്. അപ്പോൾ ബാങ്ക് ഈ ലോണൊക്കെ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടയ്ക്കും. നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ബാങ്ക് എനിക്ക് ലോൺ തരുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിലൊരു സംരംഭം എൻ്റെ നാട്ടിൽ തന്നെ തുടങ്ങണം എന്ന് എനിക്ക് നല്ല വാശിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാലാണ് എൻ്റെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ നാട്ടിൽ വന്ന് കുറേ കുട്ടികൾ വന്നു, അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചായ കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായാലോ ബസ്സുകാർക്കായാലോ ഒക്കെ ഇത്തരത്തിൽ എൻ്റെ നാട്ടിലൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എൻ്റെ നാടിന് കിട്ടും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ചില മെമ്പർമാർ എനിക്കെതിരെ ഇന്നും പടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിരന്തരമായിട്ട് ഇന്നലെ 2 ദിവസം മുന്നേ ഇവർ കളക്ടർക്ക് പരാതി കൊടുത്തേക്കാണ്, എൻ്റെ സ്ഥാപനം പൂട്ടണം എന്ന് പറഞ്ഞു. ഈ മെമ്പർമാർ എന്തൊരു കഷ്ടമാണ് ഈ ചെയ്യുന്നത്. സാധാരണക്കാരായ ഒരു വ്യക്തി ഇത്തരത്തിലൊരു സംരംഭം ഒരു നാട്ടിൽ നടത്തുമ്പോൾ എന്തിനിവർ നമുക്കെതിരെ തിരിയുന്നു? ഇവർ നമുക്കെതിരെ തിരിയണത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ ജോലികൾ ചെയ്യുക, ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്തേക്ക് കയറരുത്. അപ്പോൾ ഞാൻ പറയണത്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, പല പാർട്ടിയിലുള്ള ആളുകളുണ്ട്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മൾ പറയണ കണ്ടന്റിന് എവിടെയാണ് രാഷ്ട്രീയം? നമ്മളൊരു രാഷ്ട്രീയ കണ്ടന്റുകളല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും നാട്ടുകാർക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ മറ്റ് പാർട്ടിയിലുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും എന്താ പറയുക, എനിക്ക് എല്ലാ പാർട്ടിയോടും താല്പര്യമാണ്. അപ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മെമ്പർമാരാണ് നമുക്ക് വേണ്ടത്. അവർ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, അവർ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കണം. അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്ത മെമ്പർമാർ ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവരെത്ര തന്നെ എനിക്കെതിരെ നിന്നാലും ഞാനിത് ഒറ്റയ്ക്ക് നേരിടാനാണ് തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവൻ ആ പാർട്ടിക്കാരൻ അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ എൻ്റെ പാർട്ടീനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിൽ വലിച്ചഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രതികരിക്കുന്നതെല്ലാം എനിക്കെതിരെ അടിച്ച ചില മെമ്പർമാർക്കെതിരെയാണ്. ഇപ്പം ഈ മെമ്പർമാർ അടുത്ത പരിപാടി രാഷ്ട്രീയവൽക്കരിച്ചിട്ട് എനിക്കെതിരെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടത്താനാണ് ഇനി അവർ പ്ലാൻ ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ അടുത്ത സ്റ്റെപ്പ് അതാണ്, എൻ്റെ സ്ഥാപനത്തിലേക്കൊരു പ്രതിഷേധ പരിപാടികളൊക്കെ വെക്കുക. ഇതൊക്കെയാണ് ഇവർ ചെയ്യുക, ഇവരുടെ പരിപാടി അതൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ വന്നാലും നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉറച്ച് നമ്മൾ മുന്നോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ ഓപ്പൺ ചലഞ്ചിനാണെങ്കിൽ ഓപ്പൺ ചലഞ്ചിന്. ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ.